ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ളോൻ ബലമുള്ള ഗോപുരം ആപത്തിൽ സങ്കേതം. അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ളോൻ ബലമുള്ള ഗോപുരം ആപത്തിൽ സങ്കേതം. അവന്റെ ചാരയോടിയണഞ്ഞവൻ ആശ്വാസമനുദിനവും. അവന്റെ ചാരയോടിയണഞ്ഞവൻ ആശ്വാസമനുദിനവും. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി. അകൃത്യങ്ങൾ അകറ്റിയ അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി. ആദിയുഗ തേജസ്സിനഭിഷേകത്താലൻ ജയത്തോടെ നടത്തിയിടുന്നു. ആദിയുഗ തേജസ്സിനഭിഷേകത്താലൻ ജയത്തോടെ നടത്തിയിടുന്നു. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. അനുദിന ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു. അനവധി നന്മകൾ അളവന് തരുന്നു. അനുദിന ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു. അനവധി നന്മകൾ അളവന് തരുന്നു. അവനുപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനല്ലോ. അവനുപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനല്ലോ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ.
വഴിയതിദൂരം ബഹുവിധ തടസ്സം, എതിരികൾ വളരെ സഖികളിലധികം. വഴിയതിദൂരം ബഹുവിധ തടസ്സം, പരിഭ്രമിക്കുന്നില്ല മന്നവൻ യേശു എന്ന ഭയം. പരിഭ്രമിക്കുന്നില്ല മന്നവൻ യേശു എന്ന ഭയം. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ, ദൂതസ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതസ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ, ദൂതസ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതസ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനം ശ്രദ്ധിപ്പാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ആദ്യമായിട്ട് എങ്ങനെയാണ് മനുഷ്യജാതിയിലേക്ക് ശാപം കടന്നു വന്നതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. ദൈവത്തിന് സ്തോത്രം. വളരെ മനോഹരമായ അവസ്ഥയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, ഏദൻ തോട്ടത്തിലാക്കി. ദൈവത്തോടുകൂടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടെ ആദാമും ഹവ്വായും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉപായത്താൽ സാത്താൻ ഹവ്വായെ ചതിക്കുകയും തന്മൂലം ഏദൻ പർദീസിൽ നിന്ന് തള്ളപ്പെട്ടു പോയതെന്നും കഴിഞ്ഞ അവസരത്തിൽ നാം ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ദൈവം ആദാമിനോട് പറയുന്ന വാക്കുകളാണ് നമ്മൾ വായിച്ചത്. നീ നിൻ്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും, ഭാര്യയുടെ വാക്കനുസരിച്ചുകൊണ്ടല്ല ശാപം വന്നത്. ഭാര്യയുടെ വാക്ക്, നല്ല വാക്കുകൾ സ്വീകരിക്കേണ്ടത് അത് അനുഗ്രഹമാണ്. എന്നാൽ അതല്ല, മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിൻ്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും, ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം, തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും നന്മയ്ക്ക് വേണ്ടി ദൈവം ആക്കി വച്ചിരിക്കുന്ന ആ നിബന്ധന അവൻ ലംഘിച്ചത് മൂലമാണ് ആദ്യ മനുഷ്യനായ ആദാം ശപിക്കപ്പെട്ടതെന്നാണ് നമ്മൾ വായിച്ചത്. അങ്ങനെയാണ് ശാപം ആദ്യമായിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്നത്. നമുക്ക് ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാം. യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. സത്യവേദ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യൻ്റെ മേൽ ശാപം വന്നതെന്നാണ്. അതിൻ്റെ പരിഹാരവും സത്യവേദപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനിമേൽ ശാപം ഉണ്ടാകുകയില്ല. എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഉള്ളതായ ഒരു ചിന്തയാണ്, എങ്ങനെയാണ് എൻ്റെ മേലുള്ളതായ ശാപം മാറിപ്പോകുന്നത്. പല രീതിയിൽ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും കണക്കുകൂട്ടി വരുമ്പോൾ പലരുടെയും ജീവിതത്തിൽ വരുന്നതായ ഒരു ചിന്തയും ആശങ്കയുമാണ്,
എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടോ എൻ്റെ ജീവിതത്തിൽ ശാപം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശാപത്തിന് പരിഹാരം തേടി പല വഴികളിലും മനുഷ്യൻ സഞ്ചരിക്കുകയും തന്മൂലം പല അബദ്ധങ്ങളിലും പെട്ടുപോകാറുമുണ്ട്. ഈ ആധുനിക തലമുറയിൽ പോലും അഭ്യസ്തവിദ്യരായ പലരും ശാപം മാറുവാൻ വേണ്ടി, ദോഷം മാറുവാൻ വേണ്ടി പല കേന്ദ്രങ്ങളിൽ ആശ്രയിക്കുകയും അവസാനം വഞ്ചിതരാകുകയും ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ സത്യവേദ പുസ്തകം എന്താണ് ശാപം മാറുവാൻ നമ്മളോട് പറയുന്ന കാര്യമാണ്? എന്താണ് ശാപത്തിന് പരിഹാരമുണ്ടോ? ഉണ്ടെന്നാണ് ഇപ്പോൾ വായിച്ചത്. ശപിക്കപ്പെട്ടതായ മനുഷ്യൻ ആ ശാപത്തിൽ നിന്ന് വിമുക്തനായി എന്നാണ് ഏറ്റവും അവസാനത്തെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. ഇനിമേൽ ശാപം ഉണ്ടാകുകയില്ല. അപ്പോൾ ശാപത്തിന് പരിഹാരം വരുത്തിയിട്ടുണ്ട്. സകല മനുഷ്യർക്കുമുള്ളതായ മഹാസന്തോഷമാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. പാപം ചെയ്യുന്ന നാളിൽ മരിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭയങ്കരമായ ക്യാൻസർ ബാധിതനായ നീ മരിക്കും. അതൊരു വലിയ സത്യം തന്നെയാണ്. മരണം സുനിശ്ചിതമാണ്. ഒരു വശം പാപം ചെയ്ത ദേഹി മരിക്കുമെന്ന് പറയുമ്പോൾ മറ്റേ വശം പറയുന്നത് ഏതൊരു പാപിക്കും രക്ഷപ്പെടുവാൻ അവസരമുണ്ട് എന്നുള്ളതാണ്. സ്തോത്രം. എത്ര മാരകമായ ക്യാൻസർ ബാധിച്ചതായ ക്യാൻസർ രോഗിക്കാണെങ്കിലും അതിന് ചികിത്സയ്ക്ക് ഒരു സ്ഥലമുണ്ട്. അവൻ ആ ചികിത്സാ കേന്ദ്രത്തിൽ ചെന്നാൽ എത്ര ഭയാനകമായ ക്യാൻസർ ആണെങ്കിലും മാറുമെന്ന് പറയുന്ന പോലെ ഏതൊരു ശാപമാണെങ്കിലും ഏതൊരു പാപമാണെങ്കിലും അതിന് പരിഹാരമുണ്ട് എന്ന് പറയുന്നതാണ് സത്യസുവിശേഷം എന്ന് പറയുന്നതാണ്. ദാറ്റ് ഈസ് ദ ട്രൂ ഗോസ്പൽ ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ശാപം വരുന്നത്? ശാപം വന്ന വഴികൾ എന്തെല്ലാമാണ്? നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. പലരും വിചാരിക്കുന്ന രോഗം വന്നത് മൂലം എൻ്റെ ജീവിതത്തിൽ വലിയതായ മാരകമായ പ്രശ്നങ്ങളും രോഗം വന്ന അത് ശാപമാണ്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ശാപം മൂലം രോഗം വന്നു എന്നിരിക്കാം. എന്നാൽ എല്ലാ രോഗങ്ങളും എല്ലാ കഷ്ടപ്പാടുകളും ശാപം കൊണ്ട് വരുന്നതല്ല. യോബിന് വലിയ കഷ്ടതയുണ്ടായി. എല്ലാം നഷ്ടപ്പെട്ടു. മക്കൾ നഷ്ടപ്പെട്ടു, മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, സ്നേഹം നഷ്ടപ്പെട്ടു, ഭാര്യയുടെ സഹിത്വം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നതായ ആ യോബിന് വന്നത് അത് ശാപമല്ല, ദൈവം അതിനെ ശുദ്ധീകരിക്കാൻ എടുത്തതായ ഒരു വഴിയായിരുന്നു. ധനവാന്റെയും ലാസറിൻ്റെയും ആ സംഭവത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുമ്പോൾ നമുക്കറിയാം, ലാസർ ധനവാന്റെ പടിപ്പുരയ്ക്കിൽ വ്രണം നിറഞ്ഞവനായി കിടന്ന് ധനവാന്റെ മേശയിൽ നിന്നുള്ള എച്ചിൽ നുറുക്കുകൾ തിന്ന് ജീവിച്ചതായ മനുഷ്യൻ, നായ്ക്കൾ വന്ന് വ്രണം നോക്കിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ, ഒരുപക്ഷെ ഈ ലോകത്തിലെ മനുഷ്യൻ ചിന്തിച്ചാൽ ഇത് ഒരു വലിയ ശാപം പിടിച്ച മനുഷ്യനാണെന്ന്. ലാസർ മരിച്ചപ്പോൾ അവനെ പിതാവാം ദൈവത്തിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി മാലാഖമാർ കൊണ്ടുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ രോഗം വരുന്നത് കൊണ്ടോ ഈ കഷ്ടത വന്നു എന്നുണ്ടോ അതൊന്നും ശാപമാണെന്ന് അർത്ഥമില്ല. എന്നാൽ അതുമൂലം ശാപം വരാം എന്നുള്ളതൊരു സത്യമാണെങ്കിൽ പോലും പ്രിയമുള്ളവരെ, കാരണം എന്തുമാകട്ടെ, ശാപം വരാമെന്ന ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവവചനം ദൈവശ്വാസീയമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. അതുകൊണ്ട് ഈ സത്യവേദപുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം. എന്താണോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സത്യം സത്യമായിട്ട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ. യഹോവ യോശുവയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ചു, മറവ് ചെയ്തു, തങ്ങളുടെ സാമാനങ്ങളുടെ ഇടയിൽ അത് വെച്ചിരിക്കുന്നു. ശപഥാർപ്പിതമായ ഒന്നും ദൈവം എടുക്കരുതെന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. എങ്കിലും ആ ജനം ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരവും അവരുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതായ ആ കാര്യത്തെ അവഗണിച്ചും കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളതായ കാര്യം ആ കായിക്കോട്ട പിടിക്കുവാൻ പോയപ്പോൾ എടുത്തുകൊണ്ട് വന്നു. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചത് മൂലം അവരുടെ നന്മയ്ക്ക് വേണ്ടി നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണമെന്ന് വിശുദ്ധ യോഹന്നാൻ പറയുന്നത് പോലെ മനുഷ്യൻ്റെ ഏറ്റവും നന്മ ആഗ്രഹിക്കുന്ന ദൈവം അവനോട് കൽപ്പിക്കുന്ന കൽപ്പനകളൊക്കെയും അവൻ്റെ ആത്യന്തികമായ നന്മയ്ക്കാണ്. എന്നാൽ ഇസ്രായേൽ ജനത്തിന് തോന്നി അവർക്ക് ഇഷ്ടമുള്ളതായ ചില കാര്യങ്ങൾ, അവരുടെ സ്വന്തം താല്പര്യമുള്ള കാര്യങ്ങൾ അവർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെയാണ് അവരുടെ മേൽ ശാപം വന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്ന ദൈവവചനപ്രകാരം നമ്മൾ ജീവിക്കേണ്ടതിന് പകരം അതിൻ്റെ അതിർവരമ്പുകൾ കടന്ന് നമ്മുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ ദൈവകൽപ്പനയ്ക്കെതിരായിട്ട് നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ നമ്മുടെ മേൽ ശാപം വരും. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നമുക്ക് വായിക്കാം. 2-ാമത്തെ കാര്യം, എങ്ങനെയാണ് ശാപം വരുന്നത്? എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം.
അത് നമുക്ക് മനസ്സിലാക്കുവാൻ അല്പം പ്രയാസമുള്ള ഒരു കാര്യമാണ് അപ്പോസ്തലൻ പറയുന്നത്. അവർ ശാപവിമുക്തരല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടാണ്. അത് പറയുന്നതായ സാഹചര്യം ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിനു മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കിയത് ആർ? പാപിയുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തുവിനെ അവർക്ക് വരച്ച് കാണിച്ചു കൊടുത്തു. നിങ്ങൾ മറ്റൊരു നീതിമാർഗങ്ങളിലേക്കും മറ്റ് യാതൊരു കാര്യങ്ങളിലേക്കും ന്യായപ്രമാണത്തിൻ്റെ ചട്ടങ്ങളിലേക്കും ഒന്നും നിങ്ങൾ പോകേണ്ട. നിങ്ങളുടെ പാപം മാറുവാൻ, നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ഒറ്റയ്ക്കൊരു കാര്യം ചെയ്താൽ ഈ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി എന്നവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ഇത്ര ബുദ്ധി കേട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ജഡം കൊണ്ടാണോ സമാപിക്കുന്നത്? അവർ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ കൂടി വന്ന് വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ രക്ഷ പ്രാപിച്ചവരാണ്. ഇപ്പോൾ എങ്ങനെയൊക്കെയോ ചില ഉപദേശ പിശകുകൾ അവരുടെ കൂട്ടത്തിലേക്ക് കടന്നു വരികയും ന്യായപ്രമാണം ആചരിച്ചാൽ മാത്രമേ അവർ രക്ഷിക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ എന്നുള്ള ചിന്ത ആ കൂട്ടത്തിലേക്ക്, ഗലാത്യ സഭയിലേക്ക് കടന്നു വന്നു. ആ സാഹചര്യത്തിനാണ് പൗലോസ്ലീഹ ഇത് എഴുതുന്നത്. 10-ാം വാക്യം. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. എല്ലാ ന്യായപ്രമാണ ചട്ടങ്ങളും കൽപ്പനകളും ഒരു മനുഷ്യനും ആചരിക്കുവാൻ സാധ്യമല്ല. ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും തെറ്റിയെന്നാണ് അപ്പോസ്തലൻ തന്നെ പറയുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ആ ആക്ഷരികമായ അനുസരണം കൊണ്ട് ഒരു മനുഷ്യനും രക്ഷപ്പെടുന്നില്ല, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ എന്തെല്ലാം ആചാരങ്ങൾ കൊണ്ടോ എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ കൊണ്ടോ നമ്മൾ ഒരിക്കലും ശാപത്തിൽ നിന്ന് വിമുക്തരായി തീരുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ശാപം വരുന്ന മറ്റൊരു വഴി? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്ന ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവിടെ ഫിലിപ്പോസ് ചെന്ന് ശമര്യയിൽ വചനം പറഞ്ഞു. അവരെ ആഭിചാര പ്രവർത്തികളുള്ളവരായിരുന്നു അനേകരെ. അവരെ അതെല്ലാം വിട്ടു. അനേകരെ ദൈവവചനം കേട്ടു അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നു. ആ പാപത്തിൻ്റെ പുറമെയുള്ള പ്രവർത്തികളോടെല്ലാം യാത്ര പറഞ്ഞു. അപ്പോൾ അവിടെ ശമര്യയിൽ ഉണ്ടായിരുന്ന വേറൊരാളാണ് ശീമോൻ എന്ന് പറയുന്ന ആഭിചാരം ചെയ്തുകൊണ്ട് അനേകരെ ഭ്രമിപ്പിക്കുകയും അതുമൂലം അവരുടെ ധനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും അങ്ങനെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ശീമോൻ. എന്നാൽ ശീമോൻ എന്നൊരു പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാനെന്ന് പറഞ്ഞ് ശമര്യ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്നും പറഞ്ഞ് ആ ബാലവൃത്തം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കാനത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശീമോൻ താനും വിശ്വസിച്ചു, സ്നാനമേറ്റു, ഫിലിപ്പോസിനോട് ചേർന്നു. അപ്പോൾ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ശീമോൻ താനും വിശ്വസിച്ചു, സ്നാനമേറ്റു, ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. അപ്പോൾ അവൻ്റെ ആഭിചാര പ്രവൃത്തികളെല്ലാം ശീമോൻ ഉപേക്ഷിച്ചു. അന്നത്തെ ആ കൂട്ടായ്മയോട് ശീമോൻ ചേർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ മനസ്സിലാക്കി ഈ ശമര്യയിലുള്ളതായ അനേകർ ഫിലിപ്പോസിൻ്റെ വചനം കേട്ടു, മാനസാന്തരപ്പെട്ടു. അതുകൊണ്ട് അവിടെ പത്രോസ് സ്ലീഹായും യോഹന്നാൻ സ്ലീഹായും കൂടി ചെല്ലുകയും അവിടെ അവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുന്നതായ കാര്യമാണ് നമ്മൾ അടുത്ത ഖണ്ഡികയിൽ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒന്ന് വായിക്കാം. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ടു പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേൽ ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേയുള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. പത്രോസ് സ്ലീഹായും യോഹന്നാൻ സ്ലീഹായും അവിടെ ചെന്ന് ശമര്യയിലുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തിൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അവൻ്റെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നു?
ദ്രവ്യം കൊടുത്ത അധികാരം വാങ്ങുവാനാണ് ശീമോൻ ആഗ്രഹിച്ചത്. പണം കൊടുത്ത് വാങ്ങിയാൽ പണത്തിന് വിൽക്കാം, അതൊരു ബിസിനസ്സാണ്. ആത്മീയത്തെ പ്രിയമുള്ളവരെ ബിസിനസ്സാക്കി മാറ്റുന്നതായ കാര്യമാണ് ഇവിടെ പറയുന്നത്. അവൻ്റെ ലക്ഷ്യം ശരിയല്ലായിരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? 20-ാം വാക്യം. പത്രോസ് അവനോട്, ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. ശപിച്ചു എന്നൊരു വാക്ക് നമ്മളെ അവിടെ കാണുന്നില്ലെങ്കിലും പ്രിയമുള്ളവരെ, അതൊരു ശാപവാക്ക് തന്നെയല്ലേ? നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്ന് പത്രോസ്ലീഹ പറയുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വായിക്കാം 1 തീമോത്തിയോസിൻ്റെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ഇതെടുത്ത് പറയുന്നുണ്ട്. ഇതിൻ്റെ മൂല കാരണം പറയുന്നുണ്ട്. അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതാണ്. ഈ കാലഘട്ടത്തിൽ നാം കാണുന്നതായ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് അലംഭാവത്തോടു കൂടിയതായ ദൈവഭക്തി. ആത്മീയത്തിൻ്റെ മറവിൽ, ശുശ്രൂഷയുടെ മറവിൽ, പല വാഗ്ദാനങ്ങളുടെ മറവിൽ ശാപം മാറ്റിത്തരാമെന്ന് പറഞ്ഞുള്ളതായ പല ഓഫറുകളുടെയും മധ്യത്തിൽ പണം പിടുങ്ങുവാനുള്ളതായ പല തന്ത്രങ്ങളും നമ്മൾ ഈ സമയത്ത് കാണുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ക്രയവിക്രയം ചെയ്ത് ആദായമുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നതായ ആ ചിന്താഗതി ശാപം വരുത്തി വയ്ക്കുന്നതായ കാര്യമാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം നമുക്കെടുക്കാം. കുഷ്ഠരോഗിയായ നയമാൻ ആ കുഷ്ഠരോഗം മാറുവാൻ വേണ്ടി എലീശാ പ്രവാചകൻ്റെ അടുക്കൽ വരുന്നതായ കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. ഏലിയ പ്രവാചകൻ്റെ ഇരട്ടി ആത്മാവോടുകൂടി ശുശ്രൂഷ ചെയ്ത പ്രവാചകനാണ് എലീശാ പ്രവാചകൻ. എലീശാ പ്രവാചകൻ്റെ അടുക്കൽ വന്നു. എലീശ പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം കൊടുത്തു, അരുളപ്പാട് കൊടുത്തു. നയമാൻ അനുസരിച്ചു, കുഷ്ഠരോഗം മാറി. സന്തോഷത്തോടെ തിരികെ പോകുവാൻ നോക്കുമ്പോൾ വളരെ സന്തോഷസൂചകമായി നയമാൻ എലീശാ പ്രവാചകനോട് കൊണ്ടുവന്നതായ വെള്ളിയും വസ്ത്രങ്ങളും എല്ലാം സ്വീകരിക്കണമേ എന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. സൗഖ്യം പ്രാപിച്ചു പോയതായി നയമാൻ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷസൂചകമായി എലീശാ പ്രവാചകനോട് പറയുന്ന വാക്യമാണ് 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. പിന്നെ അവൻ തൻ്റെ സകല പരിവാരവുമായി ദേവപുരുഷൻ്റെ അടുക്കൽ മടങ്ങി വന്നു. അവൻ്റെ മുമ്പാകെ നിന്നു. ഇസ്രായേലിലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ആകയാൽ അടിയൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. സന്തോഷത്തിൻ്റെ സൂചകമായി നയമാൻ എലീശാ പ്രവാചകനോട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പാരിതോഷികമായിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങണമേ എന്ന് അപേക്ഷിച്ചു. എന്താണ് സത്യമായി ദൈവത്തിൻ്റെ ശുശ്രൂഷ എന്ന പ്രവാചകൻ്റെ മറുപടി എന്താണ്? 16-ാം വാക്യം. അതിന് അവൻ, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു ദ്രവ്യാഗ്രഹം വെച്ചുകൊണ്ടല്ല ഒരു ശുശ്രൂഷ ചെയ്യേണ്ടവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് വേല ചെയ്യുന്നവരുള്ള ഈ പ്രവാചകനാണ്. ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് യാതൊരു കാര്യവും സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. നയമാൻ നിർബന്ധിച്ചെങ്കിലും എലീശ വാങ്ങായികയാൽ നയമാൻ തിരിച്ചുപോയി. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോഴാണ് എലീശാ പ്രവാചകൻ്റെ ബാല്യക്കാരനായിരുന്ന ഗേഹസി, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, എലീശാ പ്രവാചകനോട് ഏറ്റവും ഒട്ടിച്ചേർന്ന് നിന്ന ആളായിരുന്നു ഗേഹസി. ശൂനേംകാരത്തിയുടെ മകളെ ഉയർപ്പിക്കാൻ പോകുമ്പോൾ ഗേഹസി കൂടെ പോകുന്നുണ്ട്. എലീശാ പ്രവാചകൻ്റെ വടിയും പിടിച്ചുകൊണ്ടാണ് ഗേഹസി ഒരു വിശ്വസ്തനായിട്ട് എലീശാ പ്രവാചകൻ്റെ പിന്നാലെ പോകുന്നത്. എല്ലാ രംഗത്തും ഗേഹസി എലീശാ പ്രവാചകനോട് ചേർന്ന് നിന്നതായ ഒരാളായിരുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ നയമാൻ അവൻ്റെ പാരിതോഷികം എലീശാ പ്രവാചകൻ വെച്ച് നീട്ടി. എന്നാൽ വളരെ സന്തോഷത്തോടെ എലീശാ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഇതിനൊന്നും വേണ്ടിയല്ല ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓഫർ ചെയ്യുന്നതായ ആ പാരിതോഷികം സ്വീകരിക്കാതെ നയമാൻ മടങ്ങിപ്പോകുമ്പോൾ അപ്പോഴാണ് ഇത്രയും കാലം അനുഗ്രഹീതനായ എലീശാ പ്രവാചകനോട് ചേർന്നതായ ഗേഹസിയുടെ ഹൃദയത്തിലെ ദ്രവ്യാഗ്രഹം പൊട്ടിമുളയ്ക്കുന്നത്. അവന് തോന്നി, ഏതായാലും സന്തോഷത്തോടെ തരാമെന്ന് പറഞ്ഞതല്ലേ, വായിക്കുന്നതിൽ എന്താ തെറ്റ്? ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനാണെങ്കിൽ അത്ര വലിയ ധനികനൊന്നുമല്ല, എലീശാ പ്രവാചകൻ്റെ ഒരു ബാല്യക്കാരനായിട്ട് കൂടെ നടക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് നയമാന് ലഭിച്ചതായ ആ സൗഖ്യത്തിൻ്റെ പാരിതോഷികമായിട്ട് ലഭിക്കുന്നത് എലീശാ പ്രവാചകന് വേണമെങ്കിൽ എനിക്കെങ്കിലും മേടിക്കാമല്ലോ എന്ന് വിചാരിച്ച് എലീശാ പ്രവാചകൻ അറിയാതെ നയമാൻ്റെ പിന്നാലെ ഓടിച്ചെന്നിട്ട് പല തന്ത്രങ്ങളും പറഞ്ഞു. 5:22. അതിന് അവൻ, സുഖം തന്നെ, ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ 2 യൗവനക്കാർ എഫ്രൈം മലനാട്ടിൽ നിന്ന് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്ക് 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തരണമേ എന്ന് പറവാൻ എൻ്റെ യജമാനൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു. വലിയ തന്ത്രം പ്രയോഗിച്ച് ഗേഹസി നയമാൻ്റെ കയ്യിൽ നിന്ന്
ആ ദ്രവ്യം സമ്പാദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊന്നും എലീശാ പ്രവാചകൻ കണ്ടില്ല എന്നാണ്. നഗ്നമായ നേത്രം കൊണ്ട് എലീശാ പ്രവാചകൻ കണ്ടില്ല. ഗേഹസി എന്ന് പറയാൻ ഒന്നും അറിയാതെ കിട്ടിയതായ പാരിതോഷികമെല്ലാം ഭവനത്തിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നല്ല മിടുക്കനായിട്ട് ശുദ്ധനായിട്ട് നല്ല പിള്ളയായിട്ട് എലീശാ പ്രവാചകൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ 25-ാമത്തെ വാക്യം, പിന്നെ അവൻ അകത്ത് കടന്നു യജമാനൻ്റെ മുമ്പിൽ നിന്നു. എന്നാറേ എലീശ അവനോട്, ഗേഹസിയെ, നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അടിയൻ എങ്ങും പോയില്ല എന്ന് അവൻ പറഞ്ഞു. സ്തോത്രം. ഗേഹസിയെ, നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ എങ്ങും പോയില്ല എന്നവൻ പറഞ്ഞു. തുടർന്ന് വായിക്കാം. അതിന് അവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നീ വക മേടിപ്പാനും ഇതാകുന്നുവോ സമയം? ആകയാൽ നയമാൻ്റെ കുഷ്ഠം നിനക്കും നിൻ്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കുമെന്ന് അവനോട് പറഞ്ഞു. അവൻ ഹിമം പോലെ വെളുത്തു കുഷ്ഠരോഗിയായി അവനെ വിട്ട് പുറപ്പെട്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. എലീശാ പ്രവാചകൻ്റെ അരുമ ബാല്യക്കാരനായി ചേർന്ന് കിടന്ന് ഗേഹസിക്ക് അവസാനം കിട്ടിയത് കുഷ്ഠമായിരുന്നു. ശാപം വരുന്ന വഴികൾ. ദൈവത്തോടും ദൈവത്തിൻ്റെ ജനത്തോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ളതായ ദൈവമക്കളോടും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും പാപത്തിൻ്റെ ലാഞ്ചനയുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അതിന് മൂലം അനുഗ്രഹമല്ല ശാപം വരുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പല വിധത്തിൽ ശാപം വന്നു, പല കാരണങ്ങൾ മൂലം ശാപം വന്നു. ഇനി എന്താണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വല്ല വഴിയുമുണ്ടോ? അതാണ് സത്യവേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നമുക്ക് വായിക്കാം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്തെല്ലാം ശാപം നമ്മുടെ ജീവിതത്തിൽ വന്നാലും, എന്തെല്ലാം പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും, അതുമൂലം എന്തെല്ലാം ശാപം നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും നമ്മുടെ മക്കളുടെ മേൽ വന്നാലും അതിനൊരു പരിഹാരമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്നു ഒരു മരത്തിൽ തൂക്കിയാൽ അവൻ്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവൻ ഇരിക്കരുത്, അന്ന് തന്നെ അത് കുഴിച്ചിടണം. കുരിശിന്മേൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന ഒരാളെ കണ്ടാൽ അന്ന് അനുമാനിക്കാം ഇവൻ ശാപഗ്രസ്തനാണ്, ശാപകരമായൊരു പാപം ചെയ്തുകൊണ്ടാണ് ഇവനെ ഇന്ന് ക്രൂശിതനായിരിക്കുന്നത്. നമ്മളെല്ലാവരുടെയും പാപം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തിയിട്ട് എൻ്റെ ശാപത്തിന് പകരമായി യേശുവിനെ ശാപമാക്കി തീർത്തു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സ്തോത്രം, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ബന്ധുവായ ഒരാളുടെ വീട്ടിൽ പോയി. അവിടെയുള്ളതായ പെൺകുട്ടി എന്നോട് ചോദിച്ചു, എൻ്റെ സ്വന്തത്തിൽപ്പെട്ട ആളാണ്, ചാച്ചാ, എൻ്റെ ഈ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ശാപമുള്ളത് കൊണ്ടാണോ? കാരണം എനിക്ക് ആ കുടുംബത്തെ നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു, ശാപം ആണെന്ന് പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല. അവിടെ ചില കാര്യങ്ങളുണ്ട്. ആ കുട്ടിയുടെ പിതാവ് അവൾ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. ഇപ്പോഴും തന്നെ മരിച്ചുപോയി. അവളുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, ഏതാനും നാളുകൾക്ക് മുമ്പ് അവളുടെ ഏക സഹോദരൻ കുടുംബമായി ഒരു ആക്സിഡൻറ്റിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇതെല്ലാം കണ്ടിട്ടാണ് എന്നോട് ചോദിച്ചത്, ചാച്ചാ, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ വരുവാൻ എൻ്റെ ജീവിതത്തിൽ വല്ല പാപമുണ്ടോ ശാപമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ശാപമുണ്ടോ പാപമുണ്ടോ എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നിൻ്റെ പാപവും ശാപവും എത്ര വലുതാണെങ്കിലും അതിന് പകരമായൊരു പരിഹാരം എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ എല്ലാവരുടെയും പാപവും ശാപവും നീക്കുവാനായി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ തറയ്ക്കപ്പെട്ടിട്ടുണ്ട്. ആ യേശുവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളുടെ സകല പാപവും സകല ശാപവും നമ്മിൽ നിന്ന് മാറ്റപ്പെടും. സ്തോത്രം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്താൽ മതി. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സകല പാപവും ശാപവും മാറ്റുവാനാണ് നീ ക്രൂശിതനായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. എൻ്റെ സകല പാപവും എന്നെ മോചിക്കണമേ. എൻ്റെ സകല ശാപവും എൻ്റെ മേലിൽ നിന്ന് എൻ്റെ കുടുംബത്തിന്മേൽ മാറ്റണമേ എന്ന് നീ പ്രാർത്ഥിച്ചാൽ മതി. നിനക്ക് പരിഹാരമുണ്ട്. ദൈവരാജ്യത്തിൽ നിനക്ക് പ്രവേശനമുണ്ട്. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, ഇതെല്ലാം തീർന്നു പോകും. നിത്യമായ ജീവനിലേക്ക് നിനക്ക് കടന്നു പോകാമെന്ന് ഞാൻ ആ കുട്ടിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ സകല പാപത്തിനും ശാപത്തിനും പരിഹാരമുണ്ട് കേട്ടോ. നിങ്ങൾ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പരിഹാരം തേടി ഒരു സ്ഥലത്തെങ്കിലും നിങ്ങൾ പോകേണ്ട. ഒറ്റയ്ക്കൊരു രംഗത്ത് വന്നാൽ മതി. ക്രൂശിതനായ യേശുവിൻ്റെ കാൽക്കൽ വന്നിട്ട് സ്തോത്രം ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഒരു വാക്ക് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എനിക്ക് വേണ്ടി, എൻ്റെ പാപത്തിന് വേണ്ടി, എൻ്റെ ശാപത്തിന് വേണ്ടി നീ ക്രൂശിതനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ തിരുരക്തത്താൽ എൻ്റെ പാപത്തിനും ശാപത്തിനും പരിഹാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ എനിക്കറിയാവുന്ന സകല പാപത്തോടും യാത്ര പറഞ്ഞ്
ഇന്നു മുതൽ ഞാൻ പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. അവിടുത്തെ ഒരു തുള്ളി രക്തത്താൽ, പരിശുദ്ധ രക്തത്താൽ, ശാപം മാറ്റുന്ന രക്തത്താൽ, പാപം മാറ്റുന്ന രക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, എൻ്റെ നെറ്റിമേൽ മുദ്രയിടണമേ. ഇനിമേൽ ശാപം ഉണ്ടാകുകയില്ല എന്നുള്ള വാഗ്ദത്ത വചനം എൻ്റെ കർത്താവ് എനിക്ക് തരയണമേ. നിത്യരാജ്യത്തിന് വേണ്ടി ഒരുക്കണമേ. കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. ആമീൻ.